തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ നടി തൃഷ കൃഷ്ണൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച നിഗൂഢമായ സ്റ്റോറികൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. വിവാദങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമായ തൃഷ തൻ്റെ മുത്തശ്ശിയുടെ 98ാം ജന്മദിനാഘോഷ ചിത്രങ്ങൾ പങ്കുവച്ചതിനൊപ്പമാണ് ശ്രദ്ധേയമായ ചില കുറിപ്പ് സ്റ്റോറിയായിട്ട് ഇട്ടത്. ആരെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിലും ഉദയനിധിക്കുള്ള മറുപടിയായാണ് ആരാധകർ ഇതിനെ കാണുന്നത്. ഈ പ്രായത്തിലുള്ള നാടകങ്ങൾ നാണക്കേടാണ്, പോയി കുറച്ച് പണം സമ്പാദിച്ച് സമാധാനം കണ്ടെത്തൂ എന്നായിരുന്നു തൃഷ കുറിച്ചത്. ഒരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ച, പ്രാർത്ഥിച്ച ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്ന വരികളും തൃഷ പങ്കുവച്ചിട്ടുണ്ട്. തൃഷയുടെ അമ്മ ഉമാകൃഷ്ണനും തൻ്റേതായ രീതിയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. വ്യായാമം ചെയ്യാനും ചർമ്മ സംരക്ഷണം നടത്താനും പണം ഉണ്ടാക്കാനും ഒപ്പം സ്വന്തം കാര്യം നോക്കി ജീവിക്കാനും ഉപദേശിക്കുന്ന വരികളാണ് അവർ സ്റ്റോറിയാക്കിയത്. തഞ്ചാവൂരിൽ നടന്ന കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട DMK പ്രതിഷേധ പരിപാടിക്കിടെയാണ് സംഭവം. ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്നും ചിലർ തൃഷ തൃഷ എന്ന് വിളിച്ചു പറഞ്ഞു. ഇതിനോട് പ്രതികരിച്ച ഉദയനിധി സ്റ്റാലിൻ നടി തൃഷയെക്കുറിച്ച് മോശം അർത്ഥം വരുന്ന ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. താൻ കാവേരി വെള്ളത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് പിന്നീട് തിരുത്തിയെങ്കിലും വലിയ പ്രതിഷേധം ഉയർന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം വനിതാ വിഭാഗം നൽകിയ പരാതിയെ തുടർന്ന് തഞ്ചാവൂർ പോലീസ് ഉദയനിധി സ്റ്റാലിനെ ചെന്നൈയിലെ വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചു.